ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാഫ് തിയറിയുടെ ആപ്ലിക്കേഷൻസ് ആണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇതല്ലാതെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന 3 ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന് കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം, രണ്ടാമത്തത് യൂട്ടിലിറ്റി പ്രോബ്ലം, മൂന്നാമത്തത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എക്സാമിന് എഴുതുന്ന സമയത്ത് എന്താണ് റിയൽ ലൈഫ് പ്രോബ്ലം, ഇപ്പോൾ കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തെ പറ്റി നിങ്ങൾ എഴുതുന്നെങ്കിൽ എന്താണ് അതിൻ്റെ റിയൽ ലൈഫ് പ്രോബ്ലം എന്ന് എഴുതി വെക്കുക. അതിനുശേഷം അതും ഗ്രാഫുമായിട്ട് എങ്ങനെ കണക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തെ ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ആ പറഞ്ഞ കാര്യം എഴുതി വെക്കുക. പിന്നെ ഒരു പ്രോബ്ലം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പോൾ ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം എഴുതുക. അതിനുശേഷം ആ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, ഇത്രയാണ് ഒരു ആപ്ലിക്കേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഐലൻഡ് ഉണ്ട്, സി ആൻഡ് ഡി എന്ന് പറഞ്ഞ 2 ഐലൻഡ്. ആ ഐലൻഡ് ഈ പറഞ്ഞ പോലെ തന്നെ അതിന് ചുറ്റുന്ന ഒരു റിവറാണ് പ്രിഗൽ റിവർ എന്ന് പറയുന്ന റിവർ. ആ റിവറിന് ഇടയിലുള്ള ഈ 2 ഐലൻഡും അതിൻ്റെ ബാങ്കും, ഈ പറഞ്ഞിരിക്കുന്ന ഐലൻഡും അതിൻ്റെ റിവറിൻ്റെ സൈഡിൽ ഒരു ബാങ്ക്, സാധാരണ അതിൻ്റെ തീരം എന്ന് പറയുന്ന ഒരു സംഭവം, ആ 2 സൈഡുണ്ട്. ആ 2 ബാങ്കിലേക്കായിട്ടും അതുപോലെ തന്നെ സിക്കും ഡിക്കും ഇടയിലായിട്ടും മൊത്തം 7 ബ്രിഡ്ജസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് അതിൻ്റെ ഇതാണ്. ഇത് മാത്തമാറ്റിക്കലായിട്ടുള്ള റിയൽ ലൈഫ് പ്രോബ്ലത്തിൽ സി ഡി എന്ന് പറയുന്ന 2 ഐലൻഡ് ഉണ്ട്. ആ 2 ഐലൻഡും അതുപോലെ തന്നെ എ ബി എന്ന് പറയുന്ന 2 ബാങ്ക്സ് ഉണ്ട്. ആ ബാങ്കിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 ബ്രിഡ്ജ് ഉണ്ട്, ഇവിടെ 2 ബ്രിഡ്ജ്, ഈ സിക്കും ഡിക്കും ഇടയിലൊരു ബ്രിഡ്ജ്, അതുപോലെ ഇതിനിടയിലൊരു ബ്രിഡ്ജ്, ഇപ്പുറം ഒരു ബ്രിഡ്ജ്, അങ്ങനെ മൊത്തം 7 ബ്രിഡ്ജസ് ഉണ്ട്. ഓക്കെ, 7 ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മോസ്റ്റ് പ്രോബബിളി ഏതെങ്കിലും ഒരു ഈ പറഞ്ഞിരിക്കുന്ന ലാൻഡിൽ നിന്ന് ഏതെങ്കിലും 4 ലാൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാം. 4 ലാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഈ പറഞ്ഞിരിക്കുന്ന എ എന്ന് പറയുന്ന ബാങ്ക് എന്താണ്, ഒരു ലാൻഡാണ്. സി ഡി എന്ന് പറയുന്നത് 2 ഐലൻഡാണ്, അതും ലാൻഡാണ്. അതുപോലെ ബി എന്ന് പറയുന്നത് ഒരു ലാൻഡാണ്. ഈ ലാൻഡിലേക്ക് ഏതെങ്കിലും ഒരു ലാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ പറഞ്ഞ 7 ബ്രിഡ്ജിൽ കൂടിയും പാസ് ചെയ്തിട്ട് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ട് ചെയ്ത ലാൻഡിൽ തന്നെ തിരിച്ചെത്താം. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടെന്ന് പറയാം. അതിൻ്റെ റീസൺ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പാത്ത് കാണിച്ചു കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇനി അതല്ല, അതിന് സൊല്യൂഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണ് അതില്ലാത്തത് എന്നുള്ളത് ഈ പറഞ്ഞ ഗ്രാഫിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ട് പറയാം. ഓക്കെ, നമ്മളിത് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പല ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിക്കൊടുക്കൽ വഴി കാണിച്ചു കൊടുക്കാനൊക്കെ മെത്തേഡൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു കുറച്ച് കാലം നമ്മളെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കുഴക്കിയ ഒരു കാര്യമാണ്. കാരണം ഈ ഒരു പ്രോബ്ലത്തിന്, കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഇല്ല. അത് നമ്മളിപ്പോൾ വരച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു വഴി കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ അത് കണ്ടെത്താൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാത്തമാറ്റിക്കലി അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രൂഫായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കാലം റിസർച്ച് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ഈ പറഞ്ഞ ഗ്രാഫ് തിയറി എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് പോലും പിന്നീട് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലമാണ് പിന്നീട് ഓയിലേഴ്സ് തിയറത്തിൻ്റെക്കും അതിൻ്റെ കണ്ടെത്തലുകളിലേക്കൊക്കെ മാറിയതെന്നും കൂടി മനസ്സിലാക്കാൻ. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക എന്താണ് കോണിങ്സ്ബർഗ് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ. സി ഡി എന്ന് പറയുന്ന 2 ഐലൻഡ്സ് ഉണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ഐലൻഡ് ഉണ്ടാക്കുന്ന ഒരു റിവർ ഉണ്ട്. റിവറിൻ്റെ പേരൊന്നും അങ്ങനെ ഓർത്ത് വെക്കൊന്നും വേണ്ട. അതിൻ്റെ 2 ബാങ്ക്സ് ആയിട്ട് എയും ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 4 ലാൻഡിനെയും കണക്ട് ചെയ്തുകൊണ്ട് 7 ബ്രിഡ്ജസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ പറഞ്ഞ 7 ബ്രിഡ്ജിൽ കൂടിയും പാസ് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യുക, സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തുക. ഇതാണ് നമ്മുടെ പ്രോബ്ലം. നോക്കാം, ദ പ്രോബ്ലം വാസ് ടു സ്റ്റാർട്ട് എനി ഓഫ് ദി 4 ലാൻഡ് ഏരിയാസ് ഓഫ് ദി സിറ്റീസ് എ ബി സി ഓർ ഡി, വാക്ക് ഓവർ ഈച്ച് ഓഫ് ദി 7 ബ്രിഡ്ജസ് എക്സാക്ട്ലി 1 എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, ഒരു ബ്രിഡ്ജിൽ ഒരു തവണ മാത്രം. ആൻഡ് റിട്ടേൺ ടു ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് വിത്തൗട്ട് സ്വിമ്മിങ് അക്രോസ് ദി റിവർ. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു കണ്ടീഷൻ ചിന്തിക്കരുത്, ഈ പറഞ്ഞ നദി കടന്ന് പോയിക്കൂടെ എന്നൊക്കെ അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. മാത്തമാറ്റിക്കലി പക്ക ചിന്തിക്കുക, ഈ പറഞ്ഞ ബ്രിഡ്ജിൽ കൂടി മാത്രം സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് നമ്മൾ എന്താക്കും, ഗ്രാഫിക്കലായിട്ട് കൺവേർട്ട് ചെയ്യും. ഗ്രാഫിക്കലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 4 ലാൻഡ്, സ്വാഭാവികമായിട്ട് ബ്രിഡ്ജിനെ നമുക്ക് എന്താക്കാം, എഡ്ജാക്കാം. അപ്പം 4 ലാൻഡും വെർട്ടിസസ് ആയിട്ട് ചൂസ് ചെയ്യുക, അവയിൽ കണക്ട് ചെയ്യുന്ന എഡ്ജസ് ആക്കിയിട്ട് ഈ ബ്രിഡ്ജിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാഫിനെ എനിക്ക് ഏത് രീതിയിലേക്ക് മാറ്റാം, നമ്മുടെ വേറൊരു ഫോം, അതായത് താഴെ കാണുന്ന ഫോമിലേക്ക് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എ ബി സി ഡി എന്ന് പറയുന്ന 4, ഇത് ഈ പറഞ്ഞിരിക്കുന്ന എയും സിയും കണക്ട് ചെയ്യുന്ന 2 പാത്തുണ്ട്. അതിനെ 1 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഞാൻ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ എയും ഡിയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 6 എന്ന് പറയുന്നൊരു എഡ്ജ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. അങ്ങനെ ഈ 7 എഡ്ജും ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ പേര് കൊടുക്കുന്നു. അതുപോലെ
ബാങ്ക് ഈ പറഞ്ഞിരിക്കുന്ന ലാൻഡ്സിനെ ഞാൻ എന്താക്കുന്നു 4 വേർഡിസസ് ആക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, അതാണ് ഗ്രാഫ് തിയററ്റിക് മോഡൽ ഓഫ് ദി പ്രോബ്ലം. റെപ്രസെൻറ്റ് ദ ലാൻഡ് ഏരിയ ആസ് വേർഡിസസ് ആൻഡ് ബ്രിഡ്ജസ് ആസ് എഡ്ജസ്. വി ഗെറ്റ് ദ ഗ്രാഫ് കറസ്പോണ്ടിങ് ഗ്രാഫ്. ഇങ്ങനെ തന്നെ വരക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മാറ്റി വരക്കാം. ദെൻ ചോദ്യം ഇതാണ്. ആ ചോദ്യം അതായത് റിയൽ ലൈഫ് പ്രോബ്ലത്തിന് ഇനി ഇങ്ങോട്ടേക്ക് മാറ്റുന്നു. നേരത്തെ പറഞ്ഞത് 4 ലാൻഡിൽ ഏതെങ്കിലും ഒരു ലാൻഡിൽ കൂടി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബ്രിഡ്ജസിലും എക്സാക്ട്ലി ഒരു തവണ മാത്രം കടന്നുപോയി തിരിച്ചെത്തുക. അതാണ് അവിടുത്തെ റിയൽ ലൈഫ് പ്രോബ്ലം. അത് മാത്തമാറ്റിക്കലി പോകുന്ന സമയത്ത് എന്താവും, ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വെർട്ടെക്സിൽ നമ്മൾ നിൽക്കുന്നു. ആ വെർട്ടെക്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ബാക്കി എല്ലാ എഡ്ജസിൽ കൂടിയും പാസ് ചെയ്ത് തിരിച്ചെന്ത് ചെയ്യുക, ഒരു തവണ മാത്രം റിപ്പീറ്റ് ചെയ്ത് അതിലേക്ക് എനിക്ക് തിരിച്ചെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ഗ്രാഫ് തിയററ്റിക്കൽ മോഡലിൻ്റെ പ്രോബ്ലം. അതായത് then is it possible to start from any one of the 4 vertices, traverse all the edges exactly once and return to the starting vertex? ഇതാണ് ചോദ്യം. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു എല്ലാ എഡ്ജസിൽ കൂടിയും ഒരു തവണ പാസ് ചെയ്ത് തിരിച്ചെത്തുന്നതിന് നമുക്ക് ഗ്രാഫിൻ്റെ മോഡൽ നമുക്കറിയാം. എന്താ അത്, ഓയിലർ ഗ്രാഫ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഓയിലർ സർക്യൂട്ട് ഉണ്ടാവണം. ഓയിലർ സർക്യൂട്ട് ഉണ്ടാവണമെങ്കിലുള്ള ബേസിക് ക്രൈറ്റീരിയ നിങ്ങൾക്കറിയാം. എന്താ, അവിടെ എല്ലാ വേർഡിസസിൻ്റെ ഡിഗ്രി എന്തായിരിക്കണം, ഈവൺ ആയിരിക്കണം. ഇവിടെ ഇപ്പം എയുടെ ഡിഗ്രിയും ടിയുടെ ഡിഗ്രിയൊക്കെ എന്താണ്, ഓഡ് ഡിഗ്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഓഡ് ആയിക്കഴിഞ്ഞാൽ തന്നെ ആ ഗ്രാഫിൽ എന്തുണ്ടാവില്ല, ഓയിലർ സർക്യൂട്ട് എക്സിസ്റ്റ് ചെയ്യൂല. അത് നമുക്കറിയാം. അപ്പോൾ ഈ ഗ്രാഫ് എന്തല്ല, ഓയിലർ അല്ല. ഓയിലർ അല്ലാത്തൊരു ഗ്രാഫിൽ എല്ലാ എഡ്ജസിൽ കൂടി പാസ് ചെയ്യുന്ന, എക്സാക്ട്ലി ഒരു തവണ പാസ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു പാത്ത്, ഒരു സർക്യൂട്ട് ഇത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന ഒരു പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞിരിക്കുന്നത് ഓയിലർ ട്രയൽ ഇല്ലാത്തത് കൊണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺവേർഷൻ മനസ്സിലാക്കുക. സോ ദെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു സ്റ്റാർട്ട്, ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. സൊല്യൂഷൻ എന്തല്ല, എക്സിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. നോ, എക്സിസ്റ്റ് അല്ല. ഇതിൻ്റെ കാരണം ബിക്കോസ് ദ ഗ്രാഫ് G does not contain an Euler line and hence it is not an Euler graph. Only Euler graph contain closed walk. Hence this graph cannot have a closed walk. എന്തില്ല, ഒരു ക്ലോസ്ഡ് വാക്കില്ല. ക്ലോസ്ഡ് വാക്കില്ല എന്ന് വെക്കണ്ട, നിങ്ങൾ ഒരു ഓയിലർ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഓയിലർ സർക്യൂട്ട് എക്സിസ്റ്റ് അല്ല എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ, ഇത്ര മാത്രം കഴിഞ്ഞാൽ ഈ പ്രോബ്ലമായി. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ നമുക്കറിയാം, എന്താണ്, എല്ലാ ഡിഗ്രിയും ഈവൺ അല്ലാത്തതുകൊണ്ട് ഇതിലെന്തുണ്ടാവില്ല, ഒരു ഓയിലർ സർക്യൂട്ട് ഉണ്ടാവില്ല. ഓക്കെ, അത് ഒന്നിക്ക് ആ കണ്ടീഷൻ എഴുതി വെക്കാം. രണ്ടാമത്തെയാണ് യൂട്ടിലിറ്റി പ്രോബ്ലം. യൂട്ടിലിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്, there are 3 houses H1, H2, H3 each to be connected to each of the 3 utilities water, gas and electricity by means of conduits. 4 വഴികളിലൂടെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ 3 വഴികളിലൂടെ ഓരോ വീടും ഗ്യാസ്, അതുപോലെ വാട്ടർ, അതുപോലെ ഇലക്ട്രിസിറ്റിയിലേക്ക് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻ നമ്മുടെ റിയൽ ലൈഫ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 3 വീടുണ്ട്, 3 വീടും ഈ ഇലക്ട്രിസിറ്റി, അതുപോലെ ഗ്യാസ്, അതുപോലെ നമ്മുടെ വാട്ടർ, ഈ 3 ഇതിലേക്കും പൈപ്പ് ലൈൻ വഴി കണക്ട് ചെയ്യാമെന്ന് ആലോചിക്കുക. പക്ഷേ ഈ കണക്ഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം അവരൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നു, ഈ കണക്ട് ചെയ്യുന്ന പൈപ്പുകൾ തമ്മിൽ പരസ്പരം ക്രോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ ടേം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ തമ്മിൽ വെക്കുന്ന വഴികൾ പരസ്പരം എന്ത് ചെയ്യരുത്, ക്രോസ് ചെയ്യാതെ വരക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഇതാണ് ഗ്രാഫിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 6 വേർട്ടിസസിനിടയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എഡ്ജസ് വരക്കുന്നു. ഈ എഡ്ജസ് പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ബേസിക്കലി അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോദിക്കുന്ന ഇതാണ്, ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് സച്ച് കണക്ഷൻ വിത്തൗട്ട് എനി ക്രോസ് ഓവർ ഓഫ് ദി കൺഡ്യൂട്ട്സ്? ഈ പറഞ്ഞ വഴികൾ ക്രോസ് ഓവർ ചെയ്യാതെ, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ക്രോസ് ഓവർ ചെയ്യാതെ ഇങ്ങനെ ഉള്ളൊരു കൺസ്ട്രക്ഷൻ പോസിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂട്ടിലിറ്റി പ്രോബ്ലത്തിൻ്റെ റിയൽ ലൈഫ് സിറ്റുവേഷൻ. H1, H2, H3 എന്ന് പറയുന്ന 3 വീട്, G അതുപോലെ ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണം ഒന്ന് വാട്ടറാണ്, ഒന്ന് എന്താണ്, ഗ്യാസാണ്, ഒന്ന് ഇതേപോലെ തന്നെ ഇലക്ട്രിസിറ്റിയാണ്. ആ 3 കണ്ടീഷൻസ് അവിടെയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഒന്നിക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കണക്ഷൻ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഗ്രാഫിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു 3 വീട് 3 ഡെസ്റ്റിനേഷൻ. ആ 6 എണ്ണത്തിന് നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം, വേർട്ടിസസ് ആയിട്ട് കണക്ട് ചെയ്യാം, അവ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവ തമ്മിൽ കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ബൈപാർട്ടറി ഗ്രാഫാണ്. ഇപ്പോൾ H1, H2, H3 തമ്മിൽ കണക്ഷൻ വേണ്ട. എന്തേ വേണ്ടു, H1 ഈ പറഞ്ഞ 3 എണ്ണമായിട്ട് കണക്ഷൻ വേണം, H2 ഈ പറഞ്ഞ 3 എണ്ണമായിട്ട് കണക്ഷൻ വേണം, H3യും 3 എണ്ണമായിട്ട് കണക്ഷൻ വേണം. ഓക്കെ,
സോ നമ്മൾ റെപ്രസെൻറ്റിങ് ദ ഹൗസ് ആൻഡ് യൂട്ടിലിറ്റി സെൻറ്റേഴ്സ് ആസ് വേർഡിസസ് ആൻഡ് കൺഡ്യൂട്ട്സ് ആസ് എഡ്ജസ് വി ഗെറ്റ് ദി ഗ്രാഫ്. ഈ രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ ഗ്രാഫ് വരക്കുന്ന സമയത്ത് എന്തായിപ്പോയി, ഇതൊന്നും ഈ എഡ്ജൊന്നും എന്തല്ല ഒരു സ്ഥലത്തും ക്രോസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റത്തെ എഡ്ജ് ഈ എഡ്ജുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട്. അതല്ലാത്ത രീതിയിൽ വരക്കാൻ പറ്റുമോ എന്നുള്ളത് കുറേ കാലം ഇവരിങ്ങനെ ആലോചിച്ച് നോക്കി. പക്ഷേ പിന്നീടാണ് ഇവർക്കിത് മനസ്സിലായത്, ഈ പറഞ്ഞ സംഭവത്തിന് എന്താ സൊല്യൂഷൻ ഇല്ല, ഇങ്ങനൊരു ഇത് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ പഠിക്കുന്നതല്ല, പ്ലാനാർ ഗ്രാഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ രീതിയിൽ നമ്മൾ ഒരു ഗ്രാഫ് നമ്മളൊരു പ്ലെയിനിൽ എഡ്ജസ് ക്രോസ് ചെയ്യാതെ വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രാഫിന് നമ്മൾ പ്ലാനാർ ഗ്രാഫ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് വരക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന ഗ്രാഫ് പ്ലാനാർ ഗ്രാഫാണ്. പ്ലാനാർ ഗ്രാഫ് ആകുമ്പം സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത ഗ്രാഫ് പ്ലാനാർ ആയിരുന്നെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡ്ജസ് ക്രോസ് ചെയ്യാത്ത രീതിയിലൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഗ്രാഫ് എന്തല്ല, പ്ലാനാർ അല്ല. അതാണ് ബിക്കോസ് ദ ഗ്രാഫ് ഈസ് നോട്ട് പ്ലാനാർ ഗ്രാഫ് ഓൺലി. ഈ പറഞ്ഞ പോലെ പ്ലാനാർ ഗ്രാഫുകൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രീതിയിൽ എഡ്ജസ് ക്രോസ് ഓവർ ചെയ്യാതെ വരക്കാൻ പറ്റും. ഓക്കെ, പ്ലാനാർ ഗ്രാഫ് ക്യാൻ ബി ഡ്രോൺ ഓൺ പ്ലെയിൻ വിത്തൗട്ട് എനി ഓഫ് ഇറ്റ്സ് എഡ്ജസ് ക്രോസിങ് ഓവർ ചെയ്യാൻ പറ്റാതെ വരക്കാൻ പറ്റുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാനാർ ഗ്രാഫുകൾക്ക് മാത്രമാണ്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രാഫ് എന്തല്ല, പ്ലാനാർ അല്ലാത്തതിൻ്റെ കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു പഠിക്കാനുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു ഗ്രാഫ് കൂടിയാണിത്. K33, അതായത് കംപ്ലീറ്റ് ഗ്രാഫ് ഓൺ 3 വേർട്ടെക്സ് 6 വേർട്ടെക്സിലുള്ള കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ബൈപാർട്ടഡ് ഗ്രാഫ് പ്ലാനാർ അല്ല എന്നുള്ളതിൻ്റെ പ്രൂഫൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുർട്ടോസ്കിസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം പഠിക്കുന്നുണ്ട്. ആ തിയറത്തിൻ്റെ പ്രൂഫ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൽ 2 K5 അതുപോലെ K33 ഈ 2 ഗ്രാഫ് നോൺ പ്ലാനാർ ആണെന്നുള്ളത് നമ്മൾ 4th മൊഡ്യൂളിൽ ലാസ്റ്റ് പഠിക്കും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, നമ്മളിത് ആ മൊഡ്യൂളിലെത്തുമ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത പ്രോബ്ലമാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ സീറ്റിംഗ് പ്രോബ്ലം. റിയൽ ലൈഫ് പ്രോബ്ലം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. 9 പേര് ഒരു ക്ലബ് മീറ്റിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ നിന്ന് ആലോചിക്കുക. ഒരു മീറ്റിങ്ങിൽ 9 ആൾക്കാർ എപ്പോഴും ലഞ്ച് ടൈം ആകുമ്പം ഒത്തുകൂടുന്നു വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒത്തുകൂടുന്ന സമയത്ത് ഓരോ തവണ ഇവരെന്ത് ചെയ്യും, ഒരു റൗണ്ട് ടേബിളിൻ്റെ ചുറ്റും അവർ ഈ 9 പേരും അവിടെ ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പോൾ ഒരു കണ്ടീഷൻ അവർ പറയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പം ഫസ്റ്റ് ദിവസം ഈ പറഞ്ഞ 1ൻ്റെ റൈറ്റിൽ 2ഉം ലെഫ്റ്റിൽ 3ഉം അങ്ങനെ 1ൻ്റെ നൈബേഴ്സായിട്ട് 2ഉം 3 ഉണ്ടെന്ന് വിചാരിക്കാം. അടുത്ത ദിവസം ഈ 2ഉം 3 അല്ലാതെ വേറെ 2 ആൾക്കാർ 1ൻ്റെ നൈബറായിട്ട് വരണം. ഈ രീതിയിൽ എത്ര ദിവസം ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള നൈബേഴ്സ് എല്ലാവർക്കും വരുന്ന രീതിയിൽ ആ പറഞ്ഞിരിക്കുന്ന ടേബിളിലുള്ള സീറ്റ് അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരാൾക്ക് ഓരോ കസേര കൊടുത്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പോൾ കസേരയുടെ സ്ഥാനം ഈ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ, അതായത് ഒരു തലേ ദിവസം നൈബറിങ് ആയിട്ടുള്ള ആൾക്കാർ പിറ്റേ ദിവസം വരുമ്പോൾ എന്താകാൻ പാടില്ല, നൈബറിങ് ആവാൻ പാടില്ല. ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഒരിക്കൽ പോലും നൈബേഴ്സ് ആവാത്തവർ വേണം അടുത്ത ദിവസം എന്ത് ചെയ്യാൻ, പുതിയതായിട്ട് വരേണ്ടത്. ഓക്കെ, എന്നുവെച്ചാൽ നൈബേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ എത്ര ദിവസം ഈ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം ചോദിക്കുന്നത്. ഓക്കെ, 9 members. അപ്പോൾ എന്താണ് റിയൽ ലൈഫ് പ്രോബ്ലം നോക്കാം. 9 members ഓഫ് എ ക്ലബ് മീറ്റ് ഈച്ച് ഡേ ഫോർ ലഞ്ച് അറ്റ് എ റൗണ്ട് ടേബിൾ. ദേ നീഡ് ടു സിറ്റ് സച്ച് ദാറ്റ് എവറി മെമ്പർ ഹാസ് ഡിഫറെൻറ്റ് നൈബേഴ്സ് അറ്റ് ഈച്ച് ലഞ്ച്. എന്ത് ചെയ്യണം, ഓരോ തവണ ലഞ്ചിലും അവരെ നൈബേഴ്സ് എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. ഫോർ ഹൗ മെനി ഡേയ്സ് ക്യാൻ ദിസ് അറേഞ്ച്മെൻറ്റ് ലാസ്റ്റ്. എത്ര കാലത്തേക്ക് ഈ പറഞ്ഞ പോലെ, എത്ര ദിവസത്തേക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് നൈബേഴ്സ് ഓരോ ദിവസം ഡിഫറെൻ്റ് ആവുന്ന രീതിയിൽ എത്ര ദിവസം നമുക്ക് ഈ പറഞ്ഞ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് എന്തായാലും പറ്റും. നിങ്ങൾക്കിപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഒന്നിന് ഈ പറഞ്ഞ നൈബറിങ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, റൗണ്ട് ടേബിളിൽ ഒരു ദിവസം എന്തായാലും ഇങ്ങനെ ഇരുത്താം. ഓക്കെ, എന്തായാലും 9 ആളായതുകൊണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇരുത്താൻ പറ്റും എന്നുള്ളൊരു നോഷൻ എന്തായാലും ഉണ്ടാവും. പക്ഷെ അത് എത്ര എന്നുള്ളതാണ് നമ്മളതിന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ വേർട്ടെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യേണ്ട എന്തിനായിരിക്കും, ഈ 9 ആൾക്കാരെ ഞാൻ എന്ത് ചെയ്യുന്നു, 9 വേർഡിസസ് ആയിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, 9 വേർഡിസസ് ആയിട്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആദ്യത്തേൽ ഞാൻ 1ഉം ഇത് ഓരോ പേര് കൊടുക്കുന്നു. 1 2 3 4 5 6 7 8 9 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ പറഞ്ഞിരിക്കുന്ന നൈബേഴ്സിനെ
ഇപ്പോൾ ഒരു 1ന് നൈബേഴ്സ് ആയിട്ടുള്ളതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ആ നൈബറിങ് ആയിട്ട് വരുന്ന ആളാരാണോ അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എഡ്ജ് വരക്കുന്നു. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം അഡ്ജസൻ്റ് ആണെങ്കിൽ അവക്കിടയിൽ ഒരു എഡ്ജ് വരക്കാം. 1ഉം 3ഉം ആണ് നൈബേഴ്സ് എങ്കിൽ അവക്കിടയിൽ ഒരു എഡ്ജ് വരക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരാൾക്ക് 2 നൈബറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെ ഡിഗ്രി 2 ആയിരിക്കും. ദെൻ ഈ പറഞ്ഞിരിക്കുന്ന 2ന്ന് 1 ഓൾറെഡി ഞാൻ വരച്ചു. ദെൻ 3, ഇതിന് 4, 4ന് 5, 6, 7, 8, 9 ഇങ്ങനെ ഈ രീതിയിലൊരു സർക്യൂട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ദിവസം സപ്പോസ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഞാൻ മാറ്റുന്നു, എന്ത് ചെയ്യുന്നു, വേറൊരു രീതിയിൽ ഇതേപോലെ തന്നെ ഈ 9 ആൾക്കാരെ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെ എടുക്കാം, നമ്മൾ ഓക്കെ 9 ആൾക്കാരുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അപ്പോൾ ആദ്യത്തിൽ 1ഉം 3ഉം ആയിരുന്നുണ്ട്. അത് ഞാനിനി 1ഉം ഈ പറഞ്ഞിരിക്കുന്നത് 9ഉം അതുപോലെ 6ഉം നൈബർ ആക്കുന്നു. അതുപോലെ 2ൻ്റെതും തൊട്ട് മുന്നേ ഉള്ളതിന് പകരം 6ഉം അതുപോലെ എന്ത് ചെയ്യുന്നു, 3ക്ക് പകരം ഞാൻ 4 ആക്കുന്നു. അതുപോലെ ഈ 4നെ 3യിലേക്ക് മാറ്റുന്നു. 3 ഇങ്ങനെ ഓരോ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, അടുത്തൊരു സൈക്കിൾ കിട്ടി. ഇതിങ്ങനെ ഓരോ തവണയും വരച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഓരോ തവണയും എനിക്ക് കിട്ടുന്നത് എന്താണ് ശരിക്കും, ആദ്യത്തേൽ ഞാൻ വരച്ചത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് വരക്കുന്നത് എന്താ, എല്ലാ വേർട്ടീസസിലേക്കും ജോയിൻ ചെയ്യുന്ന രീതിയിലൊരു സർക്യൂട്ട് എനിക്ക് കിട്ടി. രണ്ടാമത് ഞാൻ വരച്ചപ്പോഴും എല്ലാ വേർട്ടീസസിലേക്കും കണക്ട് ചെയ്യുന്ന രീതിയിൽ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്ന രീതിയിലൊരു സർക്യൂട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഒരു വട്ടക്സ് എന്ന് ഈ പറഞ്ഞിരിക്കുന്ന 2 വേർട്ടക്സിലേക്ക് എഡ്ജ് വരച്ച് ഇങ്ങനെ വരച്ച് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന എന്താ, ഒരു സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഏത് ടൈപ്പ് സർക്യൂട്ട് കിട്ടണം, നമുക്ക് സർക്യൂട്ട് വരക്കുന്നതാണെങ്കിൽ പല രീതിയിൽ വരക്കാം. പക്ഷേ അവിടെ സർക്യൂട്ട് ഡിഫറെൻ്റ് ആവണമെങ്കിൽ നൈബേഴ്സ് ഡിഫറെൻ്റ് ആവണം. ഇവിടെ നൈബറിംഗ് എന്ന് പറയുന്ന ഐഡിയ എന്താ, എഡ്ജാണ്. എഡ്ജ് ഉണ്ടെങ്കിൽ നൈബേഴ്സാണ്. അപ്പോൾ ആ 2 നൈബേഴ്സ് ഡിഫറെൻ്റ് ആണെന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രാഫിൽ നിന്ന് അടുത്ത ഗ്രാഫിലേക്കുള്ള എഡ്ജസ് എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ കിട്ടണം. ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകത എന്താ, ആ ഗ്രാഫിലുള്ള എല്ലാ വേർട്ടീസസും അതെന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. കാരണം 9 ആൾക്കാരുണ്ട്, 9 സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക. ഈ 9 സുഹൃത്തുക്കളെയും ഈ പറഞ്ഞ രീതിയിൽ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ വേർട്ടീസസിനും എന്ത് ചെയ്യണം, പരിഗണിച്ചേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, ആ ഗ്രാഫിലെ ഹാമിൽട്ടോണിയൻ, നമ്മൾ അറിയുന്നതാണ് ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രാഫിൽ എല്ലാ വേർട്ടീസസും കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പാത്ത് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് വിളിക്കാം, ഹാമിൽട്ടോണിയൻ ഗ്രാഫ് എന്ന് വിളിക്കാം. അപ്പോൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ എയിം. പക്ഷേ ഓരോ തവണയും കണ്ടെത്തുന്ന ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുകൾ എങ്ങനെയായിരിക്കണം, ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. അതായത് എഡ്ജ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന സീറ്റിംഗ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡൽ നോക്കാം. അതായത് ഗ്രാഫ് തിയററ്റിക് മോഡൽ ഓഫ് പ്രോബ്ലം റെപ്രസെൻറ്റിംഗ് ദ 9 members by 9 vertices and connecting each pair of neighboring members using edges, we get the graph. ഒരു ഗ്രാഫ് നമുക്ക് എന്തായാലും ഇങ്ങനെ കിട്ടും. ഓക്കെ, how many such graph can be drawn each having the same vertices but entirely different set of edges. എഡ്ജസ് എന്തായിരിക്കണം, ഡിഫറെൻ്റ് ആയിരിക്കണം. ഇവിടെ ഞാനിപ്പോൾ ഈ എഡ്ജസിന് E1 E2 എന്നൊക്കെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തതിൽ എന്തുണ്ടാകാൻ പാടില്ല, E1 E2 E3 എന്നല്ല, വേറെ ഏതെങ്കിലും ഇപ്പം U1 U2 U3 എന്ന് പറയുന്ന വേറെ ഏതെങ്കിലും എഡ്ജസ് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ എഡ്ജ് ഡിസ്ജോയിൻ്റ് ആവുന്ന രീതിയിൽ എത്ര രീതിയിൽ സർക്യൂട്ട് കണ്ടെത്താം. അപ്പോൾ ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സൊല്യൂഷൻ ഉണ്ട്, കാരണം എത്ര ദിവസം എന്നാണ് ചോദിച്ചത്, ഒരു ദിവസം എന്തായാലും പറ്റും. അപ്പോൾ എന്തായാലും സൊല്യൂഷൻ ഉണ്ടല്ലോ, ഒന്നെന്തായാലും കണ്ടെത്താൻ പറ്റും. സോ സൊല്യൂഷൻ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സിൻസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഡ്രോ അറ്റ്ലീസ്റ്റ് 1 എഡ്ജ് ഡിസ്ജോയിൻറ്റ് സർക്യൂട്ട് ഇൻ ദ കംപ്ലീറ്റ് ഗ്രാഫ് ഓഫ് 9, വി ക്യാൻ സേ എ സൊല്യൂഷൻ എക്സിസ്റ്റ്. ദ സൊല്യൂഷൻസ്, എത്ര സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളത് ആ ഗ്രാഫിൽ നമ്മൾ ജനറലൈസ് ചെയ്യുന്നു. ഒരു ഗ്രാഫിൽ n വേർട്ടീസസ് ഉണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ n ഓഡ് ആണെങ്കിൽ, ഓക്കെ, n ഓഡ് ആണെങ്കിൽ n-1/2 എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈവൺ ആണെങ്കിൽ n-2/2 എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് എഡ്ജ് ഡിസ്ജോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഗ്രാഫാണ്, കാരണം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇതിലും നമുക്ക് എന്തുണ്ട്, സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒന്നിൻ്റെ അഡ്ജസെൻറ്റിലായിട്ട് അല്ലെങ്കിൽ നൈബേഴ്സായിട്ട് എന്ത് വരാം,
ഈ പറഞ്ഞ 2 മുതൽ 9 വരെയുള്ള ഏത് വെർട്ടിസസും വരാം, അല്ലെങ്കിൽ എല്ലാ വെർട്ടിസസും വരണം. ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ നമ്മൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ്, ആ ഐഡിയ വിട്ട് പോകരുത്. ആ കംപ്ലീറ്റ് ഗ്രാഫിൽ ഹാമിൽട്ടോണിയൻ സൈക്കിള് എത്ര രീതിയിൽ ഡിസ്ജോയിൻ്റ് ആയിട്ട് കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ജനറൽ കേസ് ആദ്യം മനസ്സിലാക്കി വെക്കാം. n വേർട്ടിസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫിൽ n ഓടാണെങ്കിൽ, ഇപ്പോൾ K3 ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 - 1/2 ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് കിട്ടും. n ഈവൺ ആണെങ്കിൽ n - 2/2 ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള എഡ്ജ് ഡിസ്റ്റോയിൻ്റ് സൈക്കിൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ആൾക്കാരെ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഓഡ് നമ്പർ സപ്പോസ് n ആണെങ്കിൽ n - 1/2 രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ദിവസം നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ എടുക്കുന്ന ആളുകളുടെ എണ്ണം ഈവൺ ആണെങ്കിൽ, n എന്ന് പറഞ്ഞ ഈവൺ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ എത്ര ദിവസം വരെ പറ്റും? മാക്സിമം n - 2/2 അത്രയും എഡ്ജ് ഡിസ്ജോയിൻ്റ് ആവുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The solutions are obtained using the concept of edge disjoint Hamiltonian circuit in a complete graph. The number of possible solution n - 1/2 ആണ്. കാരണം ഇവിടുത്തെ കേസിൽ 9 ആളുകളാണ്. ഇതാണ് ബേസിക് ആയിട്ട് വന്നത്, പിന്നീട് അതിൻ്റെ ജനറലൈസേഷൻ വന്നു എന്ന് മാത്രം. ഓക്കെ, ഇവിടെ ഹാമിൽട്ടോണിയൻ്റെ കൺസെപ്റ്റ് ഞാനിവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് n - 1/2 ദാറ്റ് ഈസ് 4. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പ്രോബ്ലം. അതിൻ്റെ ജനറൽ കേസും കൂടി ഓർത്ത് വെക്കാം. n members of a club meet each day for lunch at a round table. They decide to sit such that every member has different neighbors at each lunch. Then the number of days or number of solutions of that problem is equal to എന്ത് വരും? ഈ പറഞ്ഞ n - 1/2 when n is odd, n - 2/2 when n is even. അപ്പോൾ ഈ 3 എക്സാമ്പിൾ ഓർത്ത് വെക്കാം. ഓക്കെ.